ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. സ്വർണത്തോടുള്ള ഇന്ത്യക്കാരുടെ താല്പര്യം കേവലം ആഭരണങ്ങളോടുള്ള കമ്പമായിരുന്ന കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. ഇന്നത് രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരത്തെയും സാമ്പത്തിക ഭദ്രതയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഹൈദരാബാദിൽ നടത്തിയ പ്രസംഗം ഇന്ത്യയുടെ ഈ ആഴത്തിലുള്ള സാമ്പത്തിക ഉത്കണ്ഠകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്വർണത്തിന്റെ അനാവശ്യമായ വാങ്ങലുകൾ ഒരു വർഷത്തേക്ക് ഒഴിവാക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം കേവലം ഒരു അഭ്യർത്ഥനയല്ല, മറിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിരോധത്തിന്റെ ഭാഗമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ആഗോള വിപണിയിലെ അസ്ഥിരതകളും ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലുകളെ വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്വർണമെന്ന ഈ മഞ്ഞ ലോഹത്തോടുള്ള നമ്മുടെ അഭിനിവേശം രാജ്യത്തിന് താങ്ങാവുന്നതിനും അധികമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്വർണം എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ലോഹമല്ല, അതൊരു വികാരമാണ്. വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും അപ്പുറം ഓരോ ശരാശരി ഇന്ത്യൻ കുടുംബത്തിൻ്റെയും സാമ്പത്തിക സുരക്ഷയുടെ അവസാനത്തെ വാക്കാണ് സ്വർണം. എന്നാൽ 2026 ഈ ചിന്താഗതികൾക്ക് ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഇന്ത്യക്കാർ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപ മാർഗമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ലോക സ്വർണ്ണ കൗൺസിൽ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ സ്വർണ്ണ വിപണിയിൽ വലിയൊരു മാറ്റം ദൃശ്യമാണ്. ചരിത്രത്തിലാദ്യമായി ആഭരണങ്ങൾക്കായി വാങ്ങുന്ന സ്വർണത്തേക്കാൾ കൂടുതൽ നിക്ഷേപ ആവശ്യങ്ങൾക്കായി ഇന്ത്യക്കാർ സ്വർണം വാങ്ങുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ഇന്ധനവില കുതിച്ചുയരുകയും ഇന്ത്യൻ രൂപയുടെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിൽ സമ്മർദ്ദം നേരിടുകയും ചെയ്യുമ്പോൾ സ്വർണത്തിലേക്ക് പണമൊഴുകുന്നത് നിക്ഷേപകർക്ക് ഒരു സുരക്ഷിത താവളമായി തോന്നുന്നുണ്ടാകാം. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പ്രഹരമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ സ്വർണത്തെ ഇത്രയധികം ആശ്രയിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. 2025 തുടക്കം മുതൽ ഇന്ത്യയിൽ സ്വർണ്ണവില ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചു. അതേസമയം ഓഹരി വിപണിയിൽ നിന്നുള്ള ലാഭം താരതമ്യേന കുറവായിരുന്നു. ആഗോള അസ്ഥിരതയും പണപ്പെരുപ്പവും സാധാരണക്കാരൻ്റെ സമ്പാദ്യത്തെ ബാധിക്കുമോ എന്ന പേടി പലരെയും സ്വർണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. സ്വർണ്ണ ബാറുകളും കോയിനുകളും വാങ്ങാനുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതും ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾക്ക് വലിയ തോതിൽ പണം ഒഴുക്കുന്നതും ഇതിൻ്റെ സൂചനയാണ്. ആഭരണങ്ങൾക്ക് നൽകേണ്ട പണിക്കൂലിയോ മറ്റ് നഷ്ടങ്ങളോ ഇല്ലാതെ സ്വർണത്തിൽ നിക്ഷേപിക്കാം എന്നത് ആധുനിക നിക്ഷേപകരെ ആകർഷിക്കുന്നു. എന്നാൽ വ്യക്തിപരമായി ഇതൊരു ലാഭകരമായ നിക്ഷേപമായി തോന്നാമെങ്കിലും ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇത് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. കാരണം സ്വർണം ഉൽപാദനക്ഷമമായ ഒരു ആസ്തിയല്ല. ഒരു ഫാക്ടറിയിലോ ഇൻഫ്രാസ്ട്രക്ചറിലോ നിക്ഷേപിക്കുന്ന പണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സ്വർണത്തിൽ മരവിപ്പിക്കപ്പെട്ട പണം സമ്പദ് വ്യവസ്ഥയുടെ ചലനാത്മകതയെ ബാധിക്കുന്നു. ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കുന്നതിൽ സ്വർണത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുവാണ് സ്വർണം. ഇതിനായി ചെലവാക്കുന്നത് നമ്മുടെ വിലപ്പെട്ട വിദേശ നാണ്യ ശേഖരമാണ്. പശ്ചിമേഷ്യയിലെ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണം ഇന്ധനവില വർദ്ധിക്കുകയും ഇറക്കുമതി ചെലവ് ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വർണത്തിനായി ചെലവാക്കുന്ന ഓരോ ഡോളറും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കും. പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ വിദേശയാത്രകൾ ഒഴിവാക്കാനും പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനും വളം ഉപയോഗത്തിൽ മിതത്വം പാലിക്കാനും ആവശ്യപ്പെട്ടത് ഈ വിദേശ നാണ്യ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. സ്വർണത്തിന്റെ ഇറക്കുമതി കുറയുന്നത് രൂപയുടെ മൂല്യം സ്ഥിരതയോടെ നിലനിർത്താൻ സഹായിക്കും. എന്നാൽ നിയമപരമായി സ്വർണ്ണ ഇറക്കുമതി തടയാൻ ശ്രമിക്കുന്നത് പലപ്പോഴും കള്ളക്കടത്ത് വർദ്ധിപ്പിക്കാനേ ഇടയാക്കൂ എന്ന് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭരണകൂടം സ്വർണത്തെ ഒരു സാമ്പത്തിക ഭാരമായി കാണുമ്പോൾ സാധാരണക്കാർ അതിനെ ഒരു ഇൻഷുറൻസ് പോളിസിയായാണ് കാണുന്നത്. ഗ്രാമീണ ഇന്ത്യയിൽ ബാങ്കിംഗ് സംവിധാനങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് സ്വർണത്തെയാണ്. ആവശ്യ സമയത്ത് പെട്ടെന്ന് പണമായി മാറ്റാൻ കഴിയുന്ന മറ്റൊരാസ്തിയും അവരുടെ മുന്നിലില്ല. സ്വർണ്ണ പണയ വായ്പകളുടെ വർധനവ് ഇതിനടിവരയിടുന്നു. ഇന്ത്യയിലെ ബാങ്കുകളിൽ സ്വർണ്ണപ്പണയ വായ്പകളിലുണ്ടായ 124% വർധനവ് കാണിക്കുന്നത് ജനങ്ങൾ സ്വർണത്തെ വെറുതെ സൂക്ഷിക്കുകയല്ല, മറിച്ച് സാമ്പത്തിക ആവശ്യങ്ങൾക്കായി അതിനെ സജീവമായി ഉപയോഗിക്കുന്നു എന്നതാണ്. സ്വർണ്ണവില വർദ്ധിക്കുമ്പോഴും ഇന്ത്യക്കാർ വാങ്ങൽ തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അളവിൽ കുറഞ്ഞാലും മൂല്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കാർ സ്വർണത്തിനായി ചെലവാക്കുന്ന തുക റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. സ്വർണത്തെ ഒരു സാംസ്കാരിക ചിഹ്നമായി മാത്രം കണ്ടിരുന്ന കാലത്ത് നിന്ന് അതൊരു സാമ്പത്തിക സുരക്ഷാ കവചമായി മാറിയതാണ് ഇന്നത്തെ പ്രധാന വെല്ലുവിളി. ഇന്ത്യ ഇതിനു മുമ്പും സ്വർണ്ണ വിനിയോഗം കുറയ്ക്കാനായി പല തന്ത്രങ്ങളും പയറ്റിയിട്ടുണ്ട്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുക, ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമുകൾ നടപ്പിലാക്കുക, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പുറത്തിറക്കുക എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഭൗതികമായി സ്വർണം കൈവശം വയ്ക്കുന്നതിലൂടെ ലഭിക്കുന്ന മാനസികമായ സംതൃപ്തിക്ക് പകരമാകാൻ ഇത്തരം സാമ്പത്തിക ഉപകരണങ്ങൾക്ക് ഇന്നും പൂർണ്ണമായി സാധിച്ചിട്ടില്ല. സ്വർണ്ണവില കുതിച്ചുയരുന്നത് സ്വാഭാവികമായും സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറയ്ക്കേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിൽ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. വില കൂടുന്തോറും കൂടുതൽ ആളുകൾ സ്വർണം വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നു. ഭാവിയിൽ ഇനിയും വില കൂടുമെന്ന പ്രതീക്ഷയും മറ്റ് നിക്ഷേപ മാർഗങ്ങളിലുള്ള വിശ്വാസക്കുറവുമാണ് ഇതിന് കാരണമായി പറയുന്നത്.
പഴയ സ്വർണം നൽകി പുതിയത് വാങ്ങുന്ന രീതിയിലേക്ക് ജനങ്ങൾ മാറിയതും സ്വർണ്ണ വിപണിയിലെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ അവരെ സഹായിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം കേവലം സ്വർണത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല. വരാനിരിക്കുന്ന ഒരു വലിയ ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ നേരിടാൻ ജനങ്ങളെ സജ്ജരാക്കുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. വർക്ക് ഫ്രം ഹോം രീതികൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കാനും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാനുമുള്ള ആഹ്വാനങ്ങൾ വിദേശ നാണ്യ ലാഭത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഇത്തരം നിയന്ത്രണങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടറിയണം. ഓരോ ഇന്ത്യൻ കുടുംബത്തിൻ്റെയും സ്വകാര്യ സമ്പാദ്യത്തിൽ ഭരണകൂടം ഇടപെടുന്നു എന്ന തോന്നലുണ്ടാകാതെ തന്നെ ജനങ്ങളെ ഈ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. രാജ്യസ്നേഹവും സാമ്പത്തിക യുക്തിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണിത്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വിദേശ നാണ്യം ലാഭിക്കണം എന്ന വാദവും സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായി സ്വർണം വാങ്ങണം എന്ന വാദവും ഒരുപോലെ പ്രസക്തമാണ്. ഇനി അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണത്തോടുള്ള ഇന്ത്യക്കാരുടെ ഈ ബന്ധം കേവലം മാറ്റാൻ കഴിയുന്ന ഒന്നല്ല എന്നതാണ്. പക്ഷേ സ്വർണത്തെ ഒരു നിക്ഷേപമായി കാണുന്ന പ്രവണത കുറയ്ക്കുകയും പകരം കൂടുതൽ ഉൽപ്പാദനക്ഷമമായ മേഖലകളിലേക്ക് നിക്ഷേപങ്ങൾ തിരിച്ചുവിടുകയും ചെയ്യുക എന്നതാകണം പുതിയ സാമ്പത്തിക നയം. സ്വർണ്ണ ബോണ്ടുകൾ പോലെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളെ കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ ഭൗതികമായ സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ സാധിച്ചേക്കും. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഒരു തുടക്കം മാത്രമാണ്. രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരം ചോർന്നു പോകാതെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണെന്ന ബോധം വളർന്നാൽ മാത്രമേ ഈ ഗോൾഡ് ഒബ്സഷനിൽ നിന്ന് ഇന്ത്യക്ക് മോചനം നേടാൻ കഴിയൂ. സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്കായി ചില താൽക്കാലിക വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ജനങ്ങൾ തയ്യാറാകുമോ എന്നതാണ് വരും വർഷങ്ങളിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണം. സ്വർണമെന്ന സുരക്ഷാ കവചത്തെ ഉപേക്ഷിക്കാൻ ഇന്ത്യക്കാർ തയ്യാറാകുമോ, അതോ തങ്ങളുടെ പാരമ്പര്യമായി കിട്ടിയ സാമ്പത്തിക ബുദ്ധിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.